I'm going back. Sami is doing pooch actually. Okay. And done. This is my house. Now the time is 7:52 and I'm here right here inside my house. Okay, I'm right here inside my house. This is my house, Sahadeva Mandiram. നടക്കുക ഒരു ജോലിയും വേറെ ഇല്ലാതെ കുറേ ക്രിമിനൽസ് ഇങ്ങനെ പുറകിന്. എനിക്ക് 146 സെൻറ്റ് സ്ഥലവും ഈ വീടും ഒക്കെ ഉണ്ട്. ഇങ്ങനെ നടക്കുക കുറേ അവന്മാർ. പ്രീതായസ് പണിക്കറും ബിജു പിയും കൂടെ എന്നെ അങ്ങ് വകവരുത്തിയെടുത്ത് കെട്ടാമെന്ന് വിചാരിച്ച്. അതായിരുന്നു എൻ്റെ അമ്മ വീട്ടുകാരുടെ ഇവന്മാരെ എല്ലാം കൂടെ പ്ലാൻ. ഈ സുബ്രഹ്മണ്യൻ കെയിക്കയിലെ കുറേ അവന്മാരെയൊക്കെ കുറച്ച് പ്ലാനായിരുന്നു ഇത്. എന്നെ അങ്ങ് വകവരുത്തുക, അപ്പോൾ ഇത്രയും സ്വത്തെല്ലാം കൂടെ, എന്നിട്ട് ഇതെല്ലാം ഏതാണ്ട് ആർക്കോ കൊടുക്കുക, എന്നിട്ട് ബാക്കി എന്തൊക്കെയോ പ്ലാനുകളായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ ഒന്നും നടന്നില്ല. എന്നെ അങ്ങ് കൊച്ചുങ്ങൾ, എനിക്ക് എൻ്റെ മാളവിക പോലും ജനിക്കാതെ എന്നെ അങ്ങ് വകവരുത്തണമെന്നായിരുന്നു ഉദ്ദേശം. അപ്പം ബിജു പി പറയുന്നതായിരുന്നു, ഇങ്ങനെ മക്കളൊക്കെ ജനിച്ചാൽ ഇങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ലെന്ന്. മക്കളൊക്കെ ജനിച്ചാൽ ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കാൻ പറ്റത്തില്ല പോലും. എങ്ങനെ നടന്നെന്ന് നമുക്കറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറയുകയാണ്, മക്കൾ ജനിച്ചാൽ ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ അങ്ങ് വകവരുത്തി വെച്ച് മക്കളൊന്നും ഇല്ലാതെ അവിടെ കൂടെ അങ്ങ് പൊറുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല പൊറുപ്പ്. ഈശ്വരൻ്റെ അത്രയും അങ്ങ് പവർഫുള്ളാണ് മനുഷ്യരെന്ന് വിചാരിക്കുന്നത്. അത്ര കൊള്ളത്തില്ല. ഈശ്വരൻ്റെ അത്ര പവർഫുള്ളൊന്നുമല്ല ഒരവളും. മനസ്സിലായില്ലയോ? ഒരവനും ദൈവത്തിൻ്റെ അത്രയും പവർഫുള്ളൊന്നും അല്ല. മനസ്സിൽ വിചാരിച്ചാൽ നല്ലതാണ്. എൻ്റെ ശനിദശ സമയത്താണ്. പക്ഷെ അത് എൻ്റെ ശനി 10ലാണ്. മനസ്സിലായില്ലേ? 10ലെ ശനി യോഗകാരകാണെന്നാണ്. യോഗം ഉണ്ടാക്കി തരുന്നവനാണ് 10ലെ ശനി. മനസ്സിലായോ? അത് ദോഷവേ അല്ല. 10ലെ ശനി കാണിച്ചു തരുമായിരുന്നു ഭഗവാൻ. ശനി ഭഗവാൻ കാണിച്ചു തരുമായിരുന്നു ഏതവനൊക്കെയാണ് രോഗവും കൊണ്ട് നടക്കുന്നതെന്നുള്ളത്. ശരിക്കും കാണിച്ചു തന്നു. മനസ്സിലായില്ലയോ? ഏതവക്കും ഏതവനും ആ രോഗമെന്നുള്ളത്. ഒരു കൺട്രി ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ അമ്മച്ചിയുടെ ട്വിന്നും ഒരു ഇരട്ടയിലൊരുത്തി ഉണ്ടായിരുന്നു. അവളുടെ അഡ്രസ്സ് ഇപ്പോൾ ഇല്ല. അവൾ ഫോണുമൊക്കെ പാത്തു വെച്ച് നടക്കുക. അവൾ എൻ്റെ അമ്മയുടെ ഒഫീഷ്യൽ എൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ടടുത്ത് അവിടെ ഫോൺ നമ്പർ വരെ കൊടുത്ത ആ കള്ളി നയവഞ്ചകി നടക്കുകയായിരുന്നു. എൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ, എൻ്റെ അമ്മയുടെ ട്രഷറിയിലെ ഫോൺ നമ്പർ, എൻ്റെ അമ്മയുടെ ഫോൺ നമ്പർ വെക്കേണ്ടടുത്ത് അവിടെ ഫോൺ നമ്പർ. അത്ര മുതുക്കള്ളിയാണ് അവൾ കയറി വിട്ടിരുന്ന. കയറി കസേരയിലിരിപ്പായിരുന്നു ജോലി. എന്തോ അമ്മേ? വാങ്ങിക്കാം. ഇല്ലമ്മേ. ഇന്നാട്ടോ വാങ്ങിക്കാം. എന്തിനാ ഈ കത്തി അമ്മയുടെ കയ്യിൽ? അമ്മ പോച്ച പറിക്കാൻ പോകുന്നു ഇപ്പോഴേ? അതെന്തുവാ ഉണ്ടാക്കാനെന്താ? 10 മിനിറ്റ് മതി അമ്മ. ഇതെന്താ ഈ കാലയിലൊക്കെ ഈ ചുമന്നത് എങ്ങനെ ഇപ്പം? ഈ കാലയിലൊക്കെ ചുമന്ന പാട് എവിടെ പോയി കീറിയതാ? ഞാൻ ഇന്നലെ എങ്ങും പോയില്ലല്ലോ. ഇവിടെയൊക്കെ കേറുന്നതാ.
ഇതിനകത്തോട്ടെങ്കിലും കയറണ്ടല്ലോ അവിടെ അങ്ങനെ ഇവിടെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളം അവിടെ വരെ ആ ഒരു ശകലം കരിയിലെല്ലാം മാറ്റി വെച്ചു. ഇതൊന്ന് വാരി കളഞ്ഞില്ല.